നമസ്കാരം, നീതൂസ് വേൾഡിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസ് വാങ്ങുമ്പോൾ സാധാരണ പാഴായി പോകാറുള്ള വെജിറ്റബിൾസാണ് ഈ വെണ്ടയ്ക്കയും അമരയ്ക്കയും. അപ്പോൾ ഇത് പാഴാക്കാതെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇത് സാധാരണ തമിഴ്നാട്ടുകാർക്കെല്ലാം അറിയാം, നമ്മുടെ മലയാളത്തിന് ഇത് ഇത്ര സുപരിചിതമല്ല. എന്നാലും നമുക്കിതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. ഇന്നിപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ അമരയ്ക്കയും വെണ്ടയ്ക്കയും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് രണ്ടും എടുത്തത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെണ്ടയ്ക്ക മാത്രമേ ഉള്ളെങ്കിൽ അതും ഉപയോഗിക്കാം, അമരയ്ക്ക മാത്രമേ ഉള്ളെങ്കിൽ അതും ഉപയോഗിക്കാം. ഇതിപ്പോൾ തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. ഇത് തിളയ്ക്കുന്നുണ്ട്, അതിലേക്ക് ഇപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ആദ്യം ഇടുന്നില്ല, അമരയ്ക്ക ആദ്യം ഇടാൻ പോകും. ഇതിലിപ്പോൾ ഞാൻ അമരയ്ക്കെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപ്പിടണം. ഉപ്പ് ചേർത്ത് നമ്മളിത് ഉണക്കാനാണ് പോകുന്നത്, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല, കാരണം ഇത് കുറേ ദിവസം നമുക്ക് വെച്ചിരിക്കാൻ പറ്റും. ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് കുറേ ദിവസം വെച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ചേർത്ത ഉപ്പ് അല്പം കുറവാണ്, ഇത് കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പ് കുറവാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം. ഇതിപ്പോൾ നല്ല തിളച്ചിട്ടുണ്ട്. നമുക്കിതിനി സ്വിച്ച് ഓഫ് ചെയ്യാം. 5 മിനിറ്റ് തിളച്ചാൽ മതിയാവും. നമുക്കിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യാം. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിനെ നമ്മളിങ്ങനെ ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനത് സ്റ്റീൽ പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അമരയ്ക്ക ഞാനിപ്പോൾ വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതേ വെള്ളത്തിൽ അമരയ്ക്ക ഉണ്ടാക്കിയ അതേ വെള്ളത്തിൽ തന്നെ ഞാൻ വെണ്ടയ്ക്കയും ഇട്ട് കൊടുക്കാം. അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇതിലും ആവശ്യത്തിന് ഉപ്പ്. ഇതും ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് തിളയ്ക്കണം. നമ്മുടെ വെണ്ടയ്ക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഉണക്കിയ ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 3 ദിവസമെങ്കിലും നല്ല വെയിലിൽ നന്നായിട്ട് ഉണങ്ങണം. ഇതൊരു ക്രിസ്പിയാണ്. ഇതിപ്പോൾ ഇത്ര ആയിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒടിച്ചാൽ നന്നായിട്ട് ഒടിഞ്ഞു വരണം. അതാണ് എൻ്റെ കണക്ക്. അതുവരെ നന്നായിട്ട് ഉണക്കണം. ഇപ്പോൾ ഒരു ഫ്രൈയിങ് പാനിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. അമരയ്ക്ക ഇടണം. ഇപ്പം വലുതാവും, ബ്രൗൺ നിറവും. അപ്പോഴേക്കും നമുക്ക് കുറച്ച് നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ഇടാം. അങ്ങനെ നമ്മുടെ ഫൈനൽ റിസൾട്ട് ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്.
ചോറും അച്ചാറും പിന്നെ ഇതും കൂടി ഉണ്ടെങ്കിൽ മറ്റൊരു കറിയുടെ ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.